വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅലാ മൻ ഇത്തബഅൽ ഹുദാ ഇലാ യൗമിദ്ദീൻ. അല്ലാഹുവേ, ഞങ്ങളെ നീ അനുഗ്രഹിക്കണം. നമ്മുടെ കയ്യിൽ ലൈസൻസും ആധാറും ഐഡന്റിറ്റി കാർഡും റേഷൻ കാർഡും ആധാരവും പെർമിറ്റും എല്ലാം ഉണ്ട്, പാസ്പോർട്ടൊക്കെ ഉണ്ട്. അപ്പോ അതൊരു കരാറാണ്, ഗവൺമെന്റുമായുള്ളൊരു കരാറാണ്. ആ കരാറ് പാലിക്കാൻ താല്പര്യമില്ലാത്തവർ ആദ്യം ചെയ്യണം, അതാണ് തിരിച്ചു കൊടുക്കണം. ഇവിടുത്തെ രാജ്യത്തിന്റെ നിയമങ്ങളൊക്കെ താവൂത്താണ്, അനുസരിക്കാൻ പാടില്ല എന്ന് പറയുന്നവർ ആദ്യം ചെയ്യണം, അതാണ് തിരിച്ചു കൊടുക്കണം. ഞങ്ങൾക്കത് വേണ്ട. ഇന്ന് എവിടെ ഇരിക്കും? വീട് നിൽക്കുന്ന സ്ഥലം രജിസ്റ്റർ ചെയ്തിരിക്കുന്നു, വീട്ടിലിരിക്കാൻ പറ്റില്ല, പള്ളിയിൽ വരാൻ പറ്റില്ല, സ്കൂളിലും കോളേജിലും പോകാൻ പറ്റില്ല, പിന്നെ റോഡിൽ നിൽക്കണം. റോഡും സർക്കാരിൻ്റെതാണ്. അപ്പൊ തീവ്രവാദം പറയുന്നവരും പ്രചരിപ്പിക്കുന്നവരും ചിന്തിക്കണം, എനിക്കതിന് അവകാശമുണ്ടോ? ഗവൺമെന്റ് നൽകിയ സംവിധാനങ്ങളിലാണ് ഉള്ളത്. അതുകൊണ്ട് നിയമം നമുക്ക് ലംഘിക്കാൻ പറ്റില്ല. തല്ലിയവനെ തിരിച്ചു തല്ലാൻ നമുക്ക് അവകാശമില്ല, തടുക്കാൻ അവകാശമില്ല. കൊന്നവനെ തിരിച്ചു കൊല്ലാൻ നമുക്ക് അവകാശമില്ല. നമ്മൾ ജയിലിൽ പോകരുത്. നമ്മളിവിടെ ജീവിച്ചിട്ട് അള്ളാഹുവിന്റെ അടിമയായിട്ട് അള്ളാന്റെ ഭൂമിയിൽ അവന്റെ വായു ശ്വസിച്ച് വെള്ളം കുടിച്ച് അവന്റെ ഭക്ഷണം കഴിച്ച് ജീവിക്കുന്ന നമ്മൾ ജയിലിൽ പോകരുത്. എന്ത്? നിയമം ലംഘിച്ചിട്ട്. നിയമം അനുസരിച്ചിട്ട് നമുക്ക് ജയിലിൽ പോകാം. നിയമവിധേയമായ മാർഗത്തിൽ നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ട് നമ്മളെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പടച്ചവനോട് പറയാൻ പറ്റും, ആ ജയിൽ നമുക്ക് സ്വർഗമായിരിക്കും, മറ്റേത് ആ ജയിൽ നമുക്ക് നരകമായിരിക്കും. അതുകൊണ്ട് നമ്മൾ നിയമം ലംഘിച്ചാൽ പിന്നെ ആരാണ് നിയമം പാലിക്കാൻ? അതുകൊണ്ട് തീവ്രവാദം നമുക്ക് വേണ്ട. നമുക്കൊരു ബദറുണ്ടാക്കാൻ പറ്റുമോ? ശരി, ബദറുണ്ടാക്കുക. നിങ്ങളുടെ ഭാഗത്ത് ആരൊക്കെ ഉണ്ടാവും? അള്ളാഹുവോട് മാത്രം ഇസ്തിഗാസ ചെയ്യുന്നു നമ്മൾ. അള്ളാഹുവിങ്കലേക്ക് അടുക്കുവാൻ മുഹീദ്ദീൻ ശൈഖിനോടും റിഫായി ശൈഖിനോടും ഇസ്തിഗാസ ചെയ്യുന്ന ആൾക്കാർ നമ്മളെ കൂടെ ഉണ്ടാവുമോ? അവരും ഈസാ നബിയോട് ഇസ്തിഗാസ ചെയ്യുന്ന ആൾക്കാർ ഒരുമിക്കൂലേ? ആരെയും തൈത്തം ചെയ്യുന്ന നമ്മള്? ശ്രീരാമനെ ആരാധിക്കുന്നവരുമായിട്ടോ? അപ്പോ യേശുവിനെ ആരാധിക്കുന്നവൻ അത് കുഴപ്പമില്ല, മുഹീദ്ദീൻ ശൈഖിനെ വിളിച്ചു വാത്തിക്കുന്നവൻ കുഴപ്പമില്ല, അപ്പൊ പേരാ പ്രശ്നം. ബാബർ സ്വാമിയെ വിളിച്ചു വാത്തിക്കുന്നവൻ. അപ്പോ അള്ളാഹു അല്ലാത്ത ആരോട് പ്രാർത്ഥിച്ചാലും ശിർക്കാണ്. അപ്പൊ നമ്മുടെ കൂടെ ആരൊക്കെ ഉണ്ടാവും? മുഹീദ്ദീൻ ശൈഖിനെ വിളിച്ചു വാത്തിക്കുന്നവരും അള്ളാഹിനെ വിളിച്ചു വാത്തിക്കുന്നവരും ഒരു ഭാഗത്തോ? അപ്പൊ ബദറില് ഒരു ഭാഗത്ത് അള്ളാഹുവോട് ഇസ്തിഗാസ ചെയ്യുന്നവർ, മറുഭാഗത്ത് ഇബ്രാഹിം നബിയോട് ഇസ്തിഗാസ ചെയ്യുന്നവർ. ഇത് രണ്ടും ഒരു ഭാഗത്ത് നിൽക്കണം. പിന്നെ എങ്ങനെ യുദ്ധം ഉണ്ടാകും? അപ്പൊ വെറുതെയാണ്. അപ്പൊ ലോകത്ത് തീവ്രവാദപരമായ ഒരു വാക്കിന് സ്ഥാനമില്ല, ഒരു പ്രവർത്തനത്തിന് സ്ഥാനമില്ല. പക്ഷെ നമുക്ക് നല്ല ഈമാൻ, ആ ഈമാൻ കൊണ്ട് നമ്മൾ ജീവിക്കണം. അത് മുടി മുതൽ അടിവരെ ജീവിക്കണം. നമ്മുടെ തൗഹീദ് തിളങ്ങി വെളിച്ചത്തോടുകൂടി തെളിച്ചത്തോടുകൂടി വെണ്മയോടുകൂടി നിൽക്കണം. നമ്മുടെ പ്രസംഗം കേട്ടാൽ ആർക്കും തോന്നരുത് ജിന്നിന് മലക്കിനെ ഒന്ന് ബന്ധപ്പെട്ടാൽ എന്താ എന്ന് പോലും തോന്നരുത്. അത് ആ വാതിൽ തന്നെ കൊട്ടിയടച്ച് നമ്മൾ ഉഷാറായി മുന്നോട്ട് വരണം. ആരെയും നമ്മൾ കാഫറാക്കണ്ട, ആരെയും മുശ്രിക്കാക്കണ്ട. സംഘടനയ്ക്ക് വേണ്ടി നമ്മൾ സംസാരിക്കുന്നത്, ആദർശത്തിന് വേണ്ടി, സത്യത്തിന് വേണ്ടി സംസാരിക്കണം. എല്ലാവരും തൗഹീദിലേക്ക് വരണം. ആ തൗഹീദ് കഴിഞ്ഞാൽ പിന്നെ 5 നേരത്തെ നിസ്കാരം. എല്ലാവരും ഇന്ന് അസറിന് എത്ര ആളുണ്ടാവും നമ്മളെ പള്ളിയിൽ? ഇവിടെ ഇല്ല, എന്നാ വേറെ ഏതെങ്കിലും പള്ളിയിൽ പോകുന്നുണ്ടോ? അവിടെ ഇല്ലെങ്കിൽ പിന്നെ എവിടുന്നാണ് നിസ്കരിക്കുന്നത്? അങ്ങോട്ട് വാങ്ങാ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നിസ്കരിക്കാൻ പള്ളിയിലെത്തണം. മാപ്പിള ജാതിയിൽ മെമ്പറാകണമെങ്കിൽ നിസ്കാരം പള്ളിയിൽ നിന്ന് നിർവഹിക്കണം. നബിന്റെ കാലത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയപ്പെട്ട മുനാഫിക്കല്ലാതെ പള്ളിയിൽ വരാതിരിക്കൂല. അറിയപ്പെട്ട മുനാഫിക്കല്ലാതെ, യാത്രക്കാരനോ രോഗിയോ അല്ലാതെ പള്ളിയിൽ വരാതിരിക്കില്ല. അതുകൊണ്ട് അത് റെഡിയാകണം. സക്കാത്ത് കൃത്യമായിട്ട് കൊടുക്കണം. അത് കൃത്യമായിട്ട് കൊടുക്കണം. ആണായാലും പെണ്ണായാലും. ആണിന്റെ സക്കാത്ത് ആണ് കൊടുക്കണം, പെണ്ണിന്റെ സക്കാത്ത് പെണ്ണ് കൊടുക്കണം. അത് പെണ്ണിന്റെ സക്കാത്ത് ആണ് കൊടുക്കാൻ നിൽക്കേണ്ടയില്ല. അവനവന്റെ സ്വത്തൊന്ന് കൊടുക്കണം. ആഭരണത്തിന് അവരെ സ്വത്തൊന്ന് കൊടുക്കണം. കൃത്യമായിട്ട് കൊടുക്കണം. നോമ്പ് ഇത് പിന്നെ പറയേണ്ട ആവശ്യമില്ലാത്ത വിധം 100% അടുത്ത് നിൽക്കണം. അല്ലാഹു അനുഗ്രഹിക്കണം. ഹജ്ജിന് എല്ലാവരും അപേക്ഷ കൊടുക്കണം, പോകാൻ കഴിയുന്ന ആൾക്കാർ. റമളാനിലെ ഒരു ഉംറ നബിയുടെ കൂടെ ഒരു ഹജ്ജ് ചെയ്ത പോലെ പുണ്യമുള്ളതാണ്. അല്ലാഹുവെ സ്വീകരിക്കണം. അവിടെ തിരക്കാമെന്നും പറഞ്ഞ് കാത്തുക്കണ്ടില്ല. നിങ്ങൾക്കുള്ള 2 കാല് വെക്കാനുള്ള സ്ഥലം അവിടെ ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. അങ്ങനെ എല്ലാ അമലുകളും ഇബാദത്തുകളും അല്ലേ?
നമ്മുടെ കല്യാണത്തിന് ഒരു പെണ്ണിന്റെ വീട്ടുകാരും ജ്വല്ലറി പോകരുത്. നമ്മുടെ വിവാഹങ്ങൾക്ക് പെണ്ണിന്റെ വീട്ടുകാർ ജ്വല്ലറി പോകരുത്. അത് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ വാങ്ങിച്ചു കൊടുക്കാന്ന് പറയണം. ആവശ്യമൊട്ടുമില്ല, അത് ആവശ്യമല്ല, അത് ലക്ഷോറിയസ് ആണ്, അത് അലങ്കാരമാണ്. അലങ്കാരം ആരും കടം വാങ്ങിയിട്ടുണ്ടാക്കില്ല. അലങ്കാരത്തിന് വേണ്ടി ആരും വിയർപ്പൊഴിക്കില്ല. ഒരു കട്ടം വാങ്ങാൻ വേണ്ടി നമ്മൾ ഗൾഫ് പോകും. അതുകൊണ്ട് ആഭരണങ്ങൾക്ക് വേണ്ടി നമ്മൾ ചെയ്യേണ്ടതില്ല. അങ്ങനെ എല്ലാ കർമ്മങ്ങളും ധർമ്മങ്ങളും എല്ലാം, എന്തൊക്കെ സുന്നത്തുകളുണ്ടോ അതെല്ലാം, എന്തൊക്കെ ആരാധനകളുണ്ടോ അതെല്ലാം. ഇതാണ് നമ്മുടെ ജിഹാദ്. അൽ മുജാഹിദ് മൻ ജാഹദ നഫ്സഹു. സ്വന്തത്തോട് ജിഹാദ് ചെയ്യുന്നവനാണ് മുജാഹിദ്. നമ്മൾ പറയാൻ മുജാഹിദ് ആകരുത്, പറച്ചില് മുജാഹിദ്, പ്രവൃത്തിയിൽ തണുത്തിരിക്കുന്ന ആള്. മുജാഹിദ് എന്നതിന് നേരെ എതിര് ഖായിദ് എന്നാണ്. ഖായിദ് തന്നെ ഒന്നും ചെയ്യാത്തവൻ. നിസ്കരിക്കുക, പള്ളിയിൽ പോവുക, നിസ്കരിക്കുക, വീട്ടിലേക്ക് വരിക, വേറൊന്നിനുമില്ല, ഞാനൊന്നിനുമില്ല എന്ന് പറയും. വേണമെങ്കിൽ പൈസ തരാൻ പറയും. അതല്ല, പണമില്ലാത്തവന്റെ പണവും പണമുള്ളവന്റെ പണിയുമാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. രംഗത്തിറങ്ങണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങാടികളിലൂടെ നടന്നു, ചന്തയിലൂടെ നടന്നു, എല്ലാവരോടും പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ ആ പണിയെടുക്കണം. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും മുന്നേറണം. സ്വന്തത്തോടുള്ള ജിഹാദ്, അധർമ്മം, തെറ്റുകൾ, കുറ്റങ്ങൾ, അമിതമായ ഉറക്കം, അമിതമായ ആസക്തി, സമ്പത്തിനോടുള്ള ആർത്തി, അതിനെതിരെയുള്ള ജിഹാദ് നമുക്ക് ചെയ്യണം. ഈ രാജ്യത്ത് അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിച്ച് അള്ളാഹിനെ ആരാധിച്ച് കഴിയുന്ന ആൾക്ക് മാത്രമേ സ്വർഗത്ത് പോകാൻ കഴിയുള്ളൂ എന്നത് വ്യക്തമാണ്. അതുകൊണ്ട് അവരോട് സ്നേഹമുണ്ടെങ്കിൽ ഒരു കാര്യം പറഞ്ഞേക്കണം. ഐക്കല്ലൂർക്ക് ഏലസ് കണ്ടാൽ ദൈച്ചിടാൻ പറയണം. എരിയാണിക്കത്താടെ ഒരു പുരുഷന്റെ വസ്ത്രം, മുസ്ലിമായ ഒരു പുരുഷന്റെ വസ്ത്രം കണ്ടാൽ മെല്ലെ ഒന്ന് പൊക്ക് എന്ന് പറയണം. താടി വടിച്ചൊരാളെ കണ്ടാൽ ഒന്ന് നീട്ടി വളർത്തുന്നു പറയാം. മുടിയുടെ പുറത്ത് കാണിക്കുന്ന ഒരു സഹോദരിയെ കണ്ടാൽ നമ്മുടെ ഭാര്യയോട് പറയണം, ഒന്ന് അവളോട് പറഞ്ഞു. നമ്മുടെ വീട്ടിൽ വന്നാലൊന്ന് ശരിക്കും പറഞ്ഞു കൊടുക്കും. അതിനെ പറ്റിയ പുസ്തകങ്ങൾ കൊടുക്കും. മുഖവും മുണ്ടയും ഇതിന്റെ ബാക്കിയെല്ലാം മറയണം നിർബന്ധമായി. പലിശ വാങ്ങുകയോ കൊടുക്കുകയോ കണക്കെഴുതിയോ സാക്ഷി നിൽക്കുകയോ ചെയ്യരുത് എന്നൊന്ന് പറഞ്ഞേക്കണം. ഇൻഷാ അല്ലാഹ് എല്ലാ കാര്യങ്ങളിലും നമുക്കൊരു ജിഹാദ് നടത്താണ്ട് ഏറ്റവും വലിയ കഠിനമായ പരിശ്രമം നമ്മുടെ സ്വന്തത്തോടുള്ള ജിഹാദാണ്. അള്ളാഹുവെ അനുഗ്രഹിക്കണം. അപ്പോൾ നമുക്ക് ഗംഭീരമായ ഒരു മാറ്റത്തിന്, നേട്ടത്തിന് ഒരുക്കങ്ങൾ നടത്തേണ്ടതുണ്ട്. നമ്മുടെ നോമ്പു തുറ ഗംഭീരമായി മുന്നോട്ട് പോകുന്നുണ്ട്. 300ഓളം ആളുകൾ നോമ്പു തുറക്കുന്നുണ്ട്. വെറും 12,500 രൂപയാണ് ഒരു ദിവസത്തെ ചെലവ്. ഇനിയും കുറച്ച് ആൾക്കാർക്ക് കൊടുക്കാനുള്ള ചാൻസ് ഉണ്ട്. ഒരാളെ നോമ്പ് തുറപ്പിച്ചാൽ നമ്മൾ നോമ്പ് നോറ്റ പോലെയാണ്. നോമ്പ് നോറ്റ ആൾക്കുള്ള കൂലി തന്നെയാണ് നോമ്പ് തുറപ്പിച്ച ആൾക്ക്. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മുടെ പള്ളിയുടെ നടത്തിപ്പിന് ആവശ്യമായ പണം നമ്മൾ എല്ലാവരും ഒരു 100 രൂപയോ 800 രൂപയോ മാസം കൊടുക്കാൻ തയ്യാറാവുക. ഒന്ന് ലിസ്റ്റ് കൊടുക്കണം. ഇന്ന് 2,500 രൂപ അടുത്ത പള്ളിയിലെ വരിസംഖ്യ കൊടുത്തിട്ടാണ് ഞാൻ വരുന്നത്. സ്വന്തം പള്ളി വേറെയുണ്ട്, നിസ്കാരപ്പള്ളി വേറെയുണ്ട്. എല്ലാവരും അത് ചെയ്യണം. നമ്മുടെ പള്ളിയിൽ നിസ്കരിക്കുന്നതിന്റെ ചെലവ് നമ്മുടേതാണ്. ഇനി പറയാനിട വരരുത്. എല്ലാവരും എത്രയാണോ നിങ്ങൾക്ക് സാധിക്കുന്നത് അത് മാസം തോറും കൊടുക്കാൻ തയ്യാറാകും. കൊല്ലത്തിൽ കൊടുത്താലും മതി, ആഴ്ചയിൽ കൊടുത്താലും മതി. അത് കമ്മിറ്റിയോട് പറയുക. ഇനി ഇതൊന്നും പറയേണ്ട ആവശ്യമില്ലാത്ത വിധം, പിരിവ് നടത്തേണ്ട ആവശ്യമില്ലാത്ത വിധം. ഇന്നമായ മസാജിദല്ലാഹി മൻ ആമന ബില്ലാഹി. അല്ലാഹു പറയാണ്, പള്ളി പരിപാലിക്കുന്ന ആൾക്കാർ എന്ന ഈമാനുള്ളവരാണ്, നിസ്കാരം നിലനിർത്തുന്നവരാണ്, അള്ളാഹുവിനെ അല്ലാതെ വേറെ ആരെയും പേടിക്കാത്തവരാണ്. നമ്മുടെ പള്ളി നമ്മുടേതാണ്. നമ്മൾ നിസ്കരിക്കുമ്പോൾ അതിന്റെ ചെലവ് നമ്മൾ എടുക്കുന്ന എന്താ ഇതിന്റെ മഹത്വം അല്ലേ? പള്ളി ഉണ്ടാക്കുവാൻ നമുക്ക് കഴിയേണ്ടതാണ്. പള്ളിയില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ നമ്മൾ സഹായം നൽകണം. എല്ലാം വേണം. ഇൻഷാ അല്ലാഹ് ഈ രംഗത്ത് നമ്മൾ ഉഷാറായി നിൽക്കണം എന്ന് പ്രത്യേകമായി ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ അമലുകളും ഇബാദത്തുകളും ചെയ്ത് സ്വർഗ്ഗത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ കഴിയുവാൻ അള്ളാഹുവിനെ അനുഗ്രഹിക്കണം. ബദരികളെയും എല്ലാ യുദ്ധങ്ങളിൽ പങ്കെടുത്തവരെയും എല്ലാ പോരാട്ടങ്ങളിൽ പങ്കെടുത്തവരെയും അള്ളാഹുവിനെ അനുഗ്രഹിക്കണം. അവരുടെ കുടുംബാംഗങ്ങൾക്ക് അള്ളാഹു അർഹമായ പ്രതിഫലം നൽകണം. ഫലസ്തീനിലും അതുപോലുള്ള സ്ഥലങ്ങളിലും പോരാടിക്കൊണ്ടിരിക്കുന്ന എല്ലാ ആളുകൾക്കും അള്ളാഹുവെ മനോധൈര്യം നൽകണം. അവരുടെ പ്രയാസങ്ങൾ നീക്കിക്കൊടുക്കണേ റബ്ബേ. ഞങ്ങളുടെ രാജ്യത്തിന് നല്ല ഭരണാധികാരികളെ നിങ്ങൾക്ക് നൽകണേ റബ്ബേ. ഞങ്ങളോട് കരുണ കാണിക്കുന്ന ഭരണാധികാരികളെ
ഞങ്ങൾക്ക് അസ്തിത്വം അംഗീകരിക്കുന്ന ഭരണാധികാരികളെ ഞങ്ങൾക്ക് നൽകണേ റബ്ബേ. തിന്മകളിൽ നിന്ന് രക്ഷ നേടാനുള്ള ജിഹാദിൽ പങ്കാളികളാകാൻ അള്ളാഹുവെ അനുഗ്രഹിക്കണം. 5 നേരം പള്ളിയിൽ വന്ന് ജമാഅത്തായി നിസ്കരിക്കാൻ അള്ളാഹുവെ എല്ലാവർക്കും അനുഗ്രഹം നൽകണം. നോമ്പും നിസ്കാരവും ആരാധനകളും അനുഷ്ഠാനങ്ങളും സ്വീകരിക്കണം. ഇതാ ഈ നിൽക്കാൻ കഴിയാതെ വിഷമിക്കുന്ന രോഗികൾ, വീട്ടിൽ കിടക്കുന്ന രോഗികൾ, ആശുപത്രികൾ വിഷമിക്കുന്ന രോഗികൾ, അവരെ ലോകത്തുള്ള എല്ലാ രോഗികൾക്കും അള്ളാഹുവെ ശിഫ നൽകണം. ഈ സന്ദർഭത്തിൽ ഞങ്ങളുടെ ചുറ്റുപാട്ടത്തുമുള്ള ഖബറുകളിൽ കിടക്കുന്ന ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ സത്യവിശ്വാസികളായി അവർക്കെല്ലാവർക്കും അള്ളാഹുവെ മഗ്ഫിറത്ത് നൽകണം. പടച്ചവനെ, പാപികളാണ്, പൊറുത്തരണേ. പാപങ്ങളാണ്, ശക്തി പകരണേ റബ്ബേ. കൂടുതൽ സമ്പത്ത് നൽകിയും കൂടുതൽ സന്താനങ്ങൾ നൽകി ഞങ്ങളെ രക്ഷിക്കണേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ ഖതമിൽ അംബിയാഇ വൽ മുർസലീൻ.